സർ, പള്ളുരുത്തിയിലെ ഹിജാബ് വിഷയം. ഈ ഹിജാബ് വിഷയത്തിൽ ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടിയുടെ ഒടുവിലത്തെ നിലപാട് ഈ പെൺകുട്ടിക്ക് കേരളത്തിലെ ഏത് സ്കൂളിൽ വേണമെങ്കിലും പഠിക്കാം, അതിന് വേണ്ടിയിട്ട് സർക്കാർ പ്രത്യേക ഉത്തരവും ഇറക്കുമെന്നാണ്. അപ്പം ഈ CPM-ൻ്റെ ഈ നിലപാട് തന്നെയായിരുന്നു എക്കാലവും ഹിജാബ് വിഷയത്തിൽ? അല്ല, ഈ സർക്കാരിൻ്റെ കാലത്ത് തന്നെ ഹിജാബ് പാടില്ല എന്നൊരു നിലപാട് ഈ സ്റ്റുഡൻസ് കേഡറ്റ് വിഷയത്തിൽ എടുത്തിട്ടുണ്ട്. അതും ഈ സ്കൂളിലെ ഹിജാബും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ലല്ലോ. അപ്പോൾ ആ കഥ പറയാം. അതായത് ഈ ശിവൻകുട്ടി ഇന്നലെ പറഞ്ഞത് സ്കൂളിനാണ് ഉത്തരവാദിത്തം, ഈ കുട്ടിക്ക് ഇപ്പോൾ ആ സ്കൂളിൽ പഠിക്കേണ്ടതില്ല എന്ന് രക്ഷകർത്താവ് അല്ലേ നിലപാടെടുത്തിട്ടുണ്ട്. രക്ഷകർത്താവ് SDP ആയിട്ട് ബന്ധപ്പെട്ട ആളാണ്. അപ്പോൾ ആ കുട്ടിക്ക് കേരളത്തിലെ ഏത് സ്കൂളിലും പഠിക്കണം എന്നുണ്ടെങ്കിൽ പ്രത്യേക ഉത്തരവ് സർക്കാർ ഇറക്കി കൊടുക്കും. ശിരോവസ്ത്രം പാടില്ലെന്ന് ശിരോവസ്ത്രം ധരിച്ച ടീച്ചറാണ് പറയുന്നത്. ഈ കന്യാസ്ത്രീമാരുടെ വസ്ത്രത്തിനെയാണ് കളിയാക്കുന്നത്. മുസ്ലിം കുട്ടിക്ക് ശിരോവസ്ത്രം പാടില്ല എന്ന് ശിരോവസ്ത്രം ധരിച്ച കന്യാസ്ത്രീ ടീച്ചർ പറയുന്നത് വിരോധാഭാസമാണ്. യൂണിഫോമിൻ്റെ നിറമുള്ള ശിരോവസ്ത്രം ധരിച്ച് കുട്ടിക്ക് വരാവുന്നതാണ്. ഇതാണ് ശിവൻകുട്ടി പറയുന്നത്. അപ്പോൾ ഈ നിലപാടായിരുന്നോ ഇതൊരു പുരോഗമനപരമായ നിലപാടാണോ? അല്ലേ? അതെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാബാനു കേസിൻ്റെ സമയത്തൊക്കെ പുരോഗമനപരമായ നിലപാടല്ലേ പാർട്ടി എടുത്തത്. EMS-ൻ്റെ കാലഘട്ടമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ജീവനാംശം കൊടുക്കണം. മറ്റേ ശരീഅത്ത് പ്രകാരം മുത്തലാഖ് ചൊല്ലിക്കഴിഞ്ഞാൽ ജീവനാംശം കൊടുക്കേണ്ടതില്ല എന്നാണല്ലോ. ജീവനാംശം കൊടുക്കണം എന്ന് കോടതി വിധിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ കൂടെയാണെന്ന് പാർട്ടി നിന്നത്. ഇന്നത്തത് അങ്ങനത്തെ നിലപാടല്ലല്ലോ. ആ മതത്തിൻ്റെ കൂടെ ഒക്കെ നിന്നുകൊണ്ടുള്ള അല്ലേ നിലപാടാണ്. 2010 VS അച്യുതാനന്ദൻ സർക്കാരിൻ്റെ കാലത്ത് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ MA ബേബി വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നപ്പോൾ സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഉണ്ടാക്കി. സ്കൂളുകളിലുള്ള SPC അച്ചടക്കമുള്ള യുവ പൗരന്മാരെ, അച്ചടക്കം, ഉത്തരവാദിത്തം, ഇതൊക്കെയുള്ള യുവ പൗരന്മാരെ വാർത്തെടുക്കുക എന്നുള്ള ലക്ഷ്യം ആണ്. സ്കൂൾ അധിഷ്ഠിത പരിപാടിയാണ് സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് എന്ന് പറയുന്ന പദ്ധതി. അത് ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ നിന്ന് ഈ നിയമത്തോടുള്ള ബഹുമാനം, പ്രതിബദ്ധത, സാമൂഹ്യ പ്രതിബദ്ധത, പൗരബോധം ഇതൊക്കെ വളർത്തുക എന്നുള്ളതാണ്. നിയമത്തോടുള്ള ബഹുമാനം ഒരു പ്രധാനപ്പെട്ട സംഗതിയാണല്ലോ. സാമൂഹിക ബോധം, പിന്നെ ക്യാമ്പുകളിൽ പങ്കെടുക്കൽ, പിന്നെ ലഹരിക്കെതിരായ പോരാട്ടം, ഇതൊക്കെ ഈ സ്റ്റുഡൻറ് പോലീസ് കേഡറ്റിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. സായുധ സേനകൾ, പോലീസ് അല്ലേ, ഇതിലൊക്കെയുള്ള യൂണിഫോം ഉണ്ടല്ലോ, അതുപോലത്തെ യൂണിഫോമാണ് സ്റ്റുഡൻറ് പോലീസ് കേഡറ്റിൻ്റെ യൂണിഫോം. അങ്ങനെ സേനകളിലെ യൂണിഫോം പോലെയാണ് സ്റ്റുഡൻറ് പോലീസ് കേഡറ്റിനും ഒരു യൂണിഫോം ഉണ്ട്. ഇതും MA ബേബിയുടെ PS അച്യുതാനന്ദൻ്റെയും കാലത്ത് നടപ്പാക്കിയതാണ്. എന്ന് പറഞ്ഞാൽ ഹിജാബ്, തട്ടം, ഫുൾ സ്ലീവ്, ഹിജാബ്, തട്ടം, ഫുൾ സ്ലീവ് ഇതൊന്നും പാടില്ല സ്റ്റുഡൻറ് പോലീസ് കേഡറ്റിന്. ഉറപ്പിച്ചല്ലോ ഈ തീരുമാനം. VS-ൻ്റെ കാലത്ത് MA ബേബി വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നപ്പോൾ ഹിജാബ് പാടില്ല, തട്ടം പാടില്ല, ഫുൾ സ്ലീവ് പാടില്ല ഹൈസ്കൂളിൽ സ്റ്റുഡൻറ് പോലീസ് കേഡറ്റിന്. ഇനി ഈ സർക്കാരിൻ്റെ കാലത്ത് 2021 ഈ സർക്കാരല്ലേ തുടക്കം, 2021 കുറ്റ്യാടി ഗവൺമെൻറ് സ്കൂളിൽ, സർക്കാർ സ്കൂളിലാണ്, സർക്കാരിന് എന്തും ചെയ്യാവുന്ന സ്കൂളല്ലേ ഇത്, CBSE സ്കൂളല്ലേ. CBSE സ്കൂളിന് ഉത്തരവ് കൊടുക്കാൻ സർക്കാരിന് അധികാരം ഉണ്ടോ എന്നല്ലേ ഇപ്പോൾ ഹൈക്കോടതി ചോദിച്ചിരിക്കുന്നത്. ഹൈക്കോടതിയിലുണ്ടായ പ്രൊസീഡിങ്സിനെ പറ്റിയൊക്കെ തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്ന വാർത്തകളൊക്കെ വന്നിരുന്നു. അങ്ങനെ തൽക്കാലം ഇപ്പോൾ സ്റ്റേ ചെയ്യുന്നില്ല, ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ, എന്താ സംഭവിക്കുന്നത് നോക്കാമെന്നല്ലേ കോടതി പറഞ്ഞിട്ടുള്ളൂ. എന്നിട്ട് 21 മറ്റും മാറ്റിവെക്കുകയാണ് ചെയ്തത്. CBSE സ്കൂളിന് ഉത്തരവ് കൊടുക്കാൻ സർക്കാരിന് അവകാശമുണ്ടോ എന്നാണ് കോടതി അക്കാര്യത്തിൽ ചോദിച്ചിരിക്കുന്നത്. പ്രധാനപ്പെട്ട ചോദ്യമാണ്.
2021 കുറ്റ്യാടി ഗവൺമെൻറ് സ്കൂളിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന റിസ നഹാസ് എന്ന് പറഞ്ഞ കുട്ടി, ആ കുട്ടിയുടെ അമ്മ നദീഷ ഹൈക്കോടതിയിൽ കൊണ്ടുപോയി പരാതി കൊടുത്തു. ഈ കുട്ടി സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് ആണ്. ഈ റിസ നഹാസ് എന്ന് പറഞ്ഞ കുട്ടി, ആ കുട്ടിയുടെ അമ്മ നദീഷ ഹൈക്കോടതിയെ സമീപിച്ചത് എന്താന്ന് വെച്ചാൽ, യൂണിഫോമിൻ്റെ കൂടെ, സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് യൂണിഫോമിൻ്റെ കൂടെ തട്ടം, കൈനീളമുള്ള ഉടുപ്പ് ഇത് അനുവദിക്കണം. സ്റ്റുഡൻറ് പോലീസ് കേഡറ്റിന് തട്ടം പാടില്ല, ഹിജാബ് പാടില്ല, കൈനീളമുള്ള ഉടുപ്പ് പായൊന്നും പാടില്ല, ഇത് അനുവദിക്കണം എന്ന് പറഞ്ഞിട്ട് റിസ നഹാസിൻ്റെ അമ്മ നദീഷ ഹൈക്കോടതിയിൽ പോയി. മുസ്ലിമിൻ്റെ മൗലികാവകാശമാണ് തട്ടം ധരിക്കുക, അവരുടെ മതസ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ്, ഭരണഘടന ഇത് അനുവദിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഹൈക്കോടതിയിൽ പോയത്. ഹൈക്കോടതി എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, ഉചിതമായ ഉത്തരവ് എന്താന്ന് വെച്ചാൽ അതിടാനായിട്ട് സർക്കാരിനെ ചുമതലപ്പെടുത്തി. എന്ന് പറഞ്ഞാൽ സർക്കാർ തീരുമാനിച്ചു അല്ലേ, ഹൈക്കോടതി ഒഴിഞ്ഞു. ഉചിതമായ തീരുമാനം എടുക്കാനായിട്ട് കാരണം ഇവർ സർക്കാരിനെ തന്നെയാണല്ലോ ശരിക്കും സമീപിക്കേണ്ടത്. അതെ. അപ്പോൾ സർക്കാർ എന്താ തീരുമാനം എടുക്കുന്നത് ഇത് നോക്കാം എന്ന് ഹൈക്കോടതി തീരുമാനിച്ചു. അപ്പോൾ സർക്കാർ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് മുഖ്യമന്ത്രിയുടെ കയ്യിലൊക്കെ ഉള്ള ഇതാണല്ലോ പൊതുഭരണം, ആഭ്യന്തരം, പൊതുഭരണ വകുപ്പ്, ആഭ്യന്തര വകുപ്പ്, വി ശിവൻകുട്ടിയുടെ കയ്യിലുള്ള വിദ്യാഭ്യാസ വകുപ്പ്, ഈ വകുപ്പുകളെല്ലാം കൂടി വകുപ്പിൻ്റെ സെക്രട്ടറിമാരും എല്ലാം കൂടി കൂടിയാലോചിച്ച് നിയമ പണ്ഡിതന്മാരോട് ഒക്കെ ആലോചിച്ച് മാത്രമല്ല ഈ പരാതിക്കാരുമായിട്ട് കൂടിക്കാഴ്ചയും നടത്തി. ഈ പരാതിയുള്ള കുട്ടിയുടെ കുടുംബമായിട്ടും ഒക്കെ കൂടിക്കാഴ്ചയൊക്കെ നടത്തി. എന്നിട്ട് ഉചിതമായ ഉത്തരവ് 2022 സെപ്റ്റംബറിൽ ചീഫ് സെക്രട്ടറി പുറപ്പെടുവിച്ചു. എന്നിട്ട് ഹൈക്കോടതിക്ക് സമർപ്പിച്ചു. എന്താണെന്നറിയോ ഉചിതമായ ഉത്തരവ്? കേട്ടോ, യൂണിഫോം എന്ന് പറയുന്നത് മതാഭിമുഖ്യം ഇല്ലാത്തതായിരിക്കണം. എന്ത് വസ്ത്രം എന്നത് പൗരൻ്റെ വസ്ത്ര സ്വാതന്ത്ര്യം, ഒരു പൗരൻ്റെ വസ്ത്ര സ്വാതന്ത്ര്യം പരിമിതപ്പെടുത്താനുള്ള ചട്ടം ഭരണഘടനയുടെ ആർട്ടിക്കിൾ വകുപ്പ് 19(1) വസ്ത്ര സ്വാതന്ത്ര്യം നിയന്ത്രിക്കാം, പരിമിതപ്പെടുത്താം. അങ്ങനെയാണല്ലോ പട്ടാളത്തിലുമൊക്കെ ഇല്ലേ? അതെ. പട്ടാളത്തിൽ തന്നെ ഇപ്പോൾ ഒരു ക്രൈസ്തവൻ കൊണ്ടുപോയി കേസ് കൊടുത്തിട്ട് കോടതിയൊക്കെ എടുത്ത് കളഞ്ഞില്ലേ? അതെ. അപ്പോൾ ഭരണഘടനയുടെ 19(1) വകുപ്പിൽ ഈ വസ്ത്ര സ്വാതന്ത്ര്യം പരിമിതപ്പെടുത്താം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ സർക്കാരിൻ്റെ ഉത്തരവാണ്, വസ്ത്ര സ്വാതന്ത്ര്യം പരിമിതപ്പെടുത്താം എന്ന് പറഞ്ഞിട്ടുണ്ട്. ജാതി മത വർഗ ലിംഗ വേർതിരിവില്ലാതെ കുട്ടികളിൽ സമഭാവന വളർത്തുന്നതായിരിക്കണം യൂണിഫോം. ഈ സർക്കാരിൻ്റെ ഉത്തരവാണ്. ജാതി മത വർഗ ലിംഗ വേർതിരിവില്ലാതെ കുട്ടികളിൽ സമഭാവന വളർത്താൻ വേണ്ടിയിട്ടാണ് യൂണിഫോം. അതാണ് എല്ലാവരും ഒരുപോലെ സ്കൂളിൽ നടക്കുക എന്ന് പറയുന്നത്. ഏകീകൃത ലിംഗസമത്വ യൂണിഫോം ആണ് സാധാരണ. ഏകീകൃത ലിംഗസമത്വ യൂണിഫോം അതാണ് സ്കൂളുകളിൽ. ഈ കാര്യത്തിൽ ഒരു മതത്തിന് മാത്രം ഇളവ് നൽകിയാൽ മറ്റ് മതക്കാരും അവകാശവാദങ്ങളുമായിട്ട് വരും. അവരുടെ മതചിഹ്നങ്ങൾ ഉപയോഗിക്കാം എന്ന് പറഞ്ഞു വരും. ഇത് കുട്ടികളിലെ സമത്വ ചിന്തയും മതേതര കാഴ്ചപ്പാടും ദുർബലപ്പെടുത്തും. ഈ ഹിജാബ്, തട്ടം ഇങ്ങനെയൊക്കെ നടന്നാൽ യൂണിഫോമിന് പുറമെ അത് കുട്ടികളിലെ സമത്വ ചിന്തയും മതേതര കാഴ്ചപ്പാടും ദുർബലപ്പെടുത്തും. ഈ സർക്കാരിൻ്റെ ഉത്തരവാണ്, ഹൈക്കോടതിയിൽ സമർപ്പിച്ചതാണ് 2022. അങ്ങനെ റിസ നഹാൻ എന്ന് പറഞ്ഞ കുട്ടിയുടെ ആവശ്യം ഹൈക്കോടതി നിരാകരിച്ചു. സർക്കാർ തന്നെ ഹൈക്കോടതി സർക്കാരിനെ ഏൽപ്പിച്ചപ്പോൾ സർക്കാർ നിരാകരിച്ചു. എന്നിട്ട് ഇതാണ് ഞങ്ങളുടെ ഉചിതമായ ഉത്തരവ് എന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതിക്ക് സമർപ്പിച്ചു. അതാണ് റിസ നഹാൻ്റെ
കേസിൽ നിലനിന്നത് എന്ന് പറഞ്ഞാൽ ഹിജാബ് ധരിക്കാൻ പാടില്ല. അത് സ്റ്റുഡൻറ് പോലീസ് കേഡറ്റിന്റെ കാര്യത്തിലാണ്. അതും യൂണിഫോം അല്ലേ സ്റ്റുഡൻറ് പോലീസ് കേഡറ്റിന്. അപ്പൊ യൂണിഫോമിന്റെ കാര്യത്തിൽ ഈ സർക്കാരിന്റെ നിലപാട് തട്ടം പാടില്ല എന്നുള്ളതായിരുന്നു സ്കൂളിൽ. അതല്ലേ പള്ളുരുത്തിയിലെ സെന്റ് റീത്താസ് സ്കൂളിന്റെ കാര്യത്തിലും സംഭവിച്ചത്. അല്ല, വരേണ്ടത് അങ്ങനെയല്ലേ? അങ്ങനെയാണല്ലോ അവരും നിലപാടെടുത്തത്. മാനേജ്മെന്റിന്റെ നിലപാട് തന്നെയല്ലേ 2022 സർക്കാർ ഉത്തരവിലെ നിലപാട്. അതെ. പിന്നെ എങ്ങനെയാണ് ഇപ്പോ ഈ ഇരട്ടത്താപ്പുമായിട്ട് ഈ സർക്കാർ വരുന്നത്? അപ്പൊ ഇപ്പൊ ഈ ശിവൻകുട്ടി പറയുന്നത് എങ്ങനെയാണ്? നിങ്ങൾക്ക് വേണ്ടി പ്രത്യേക ഉത്തരവ് ഇറക്കാം ഏത് സ്കൂളിലും പഠിക്കാൻ വേണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട്. അത് 2022 ഉത്തരവിന്റെ ലംഘനല്ലേ? 2022 സെപ്റ്റംബറിൽ സർക്കാർ ചീഫ് സെക്രട്ടറി ഇറക്കിയ ഉത്തരവ് സ്റ്റുഡൻറ് പോലീസ് കേഡറ്റിന്റെ കാര്യത്തിൽ തട്ടവും നീളമുള്ള കുപ്പായവും ഒന്നും പറ്റില്ല എന്നല്ലേ? അതല്ലേ സ്കൂളിലെ യൂണിഫോമിന്റെ കാര്യത്തിലും നിലപാട്, ഈ സർക്കാരിന്റെ നിലപാട്. ഇപ്പൊ എന്തിനാ നിലപാട് മാറ്റുന്നത്? അതല്ലേ ഒരു മതത്തിന്റെ കൂടെ നിൽക്കുക അല്ലേ? അത് പുരോഗമനപരമായ നിലപാടല്ലല്ലോ. അത് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള നിലപാടല്ലേ? തദ്ദേശ അല്ലേ? വോട്ട് വാങ്ങി രാഷ്ട്രീയം. തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു, അപ്പം ഞങ്ങൾക്ക് വോട്ട് വേണം എന്ന് പറഞ്ഞുള്ള നിലപാടല്ലേ? ഇരട്ടത്താപ്പാണിത്. ഇത് CPM-ന് ചേർന്നതല്ല. 2022 ഉത്തരവ് വി ശിവൻകുട്ടിയും പിണറായി വിജയനും MB ഗോവിന്ദനും ഒക്കെ ഒന്നെടുത്ത് പഠിക്കുന്നത് നന്നായിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.